എന്നുള്ളതുകൊണ്ട് കുക്കിംഗ് ഗ്യാസ് പൊതുവെ ക്ഷാമത്തിലാണ്. കാര്യം ഇന്ത്യയുടെ 2 കപ്പലാ വഴിക്ക് കടന്നു വന്നു, നന്ദാദേവിയും എന്നൊക്കെ പറഞ്ഞ, അതുപോലെ ശിവാലിക് എന്ന് നന്ദാദേവി എന്ന പേരിൽ 2 ഗ്യാസ് കയറ്റിയ കപ്പലുകൾ കടന്നു വന്നതൊക്കെ പത്രത്തിൽ വായിച്ച് നമ്മൾ രോമാഞ്ചം കൊണ്ടു. പക്ഷേ ഈ ഗ്യാസിൻ്റെ ക്ഷാമത്തിന് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല. ഇത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പിടിപ്പീടാണെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഞാനിപ്പോൾ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, നമ്മുടെ വിഷയം അതല്ല. ഈ കുക്കിംഗ് ഗ്യാസിന് വില കൂടിയ സാഹചര്യത്തിൽ, ഇത് കിട്ടാനില്ലാതായ സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിലെ വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട്, ജമാഅത്ത് ഇസ്ലാമിക്കാർ നടത്തുന്നത്. അത് അങ്ങനെ വലിയ ജനപിന്തുണയുള്ള പാർട്ടിയൊന്നുമില്ല. ആ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം ഗ്യാസ് സിലിണ്ടറാണ്. അതായത് കുക്കിംഗ് ഗ്യാസ് കിട്ടുന്ന സിലിണ്ടറല്ലോ, ആ സിലിണ്ടറാണ്. അപ്പോൾ കുക്കിംഗ് ഗ്യാസിന് വില കൂടിയ സാഹചര്യത്തിൽ, ഗ്യാസ് സിലിണ്ടറുകൾ കിട്ടാൻ ബുദ്ധിമുട്ടായ സാഹചര്യത്തിൽ അവർ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. കുക്കിംഗ് ഗ്യാസിനുള്ള ക്ഷാമം, സിലിണ്ടറുകൾക്കുള്ള ക്ഷാമം പ്രമാണിച്ച് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ ഇത്തവണ കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല.